ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 243 വാല്യം 6. ഈശോ താബോർ മലയിൽ വെച്ച് ചെയ്ത പ്രസംഗം ജോൺ ആവർത്തിക്കുന്നു. വൃക്ഷത്തണലുള്ള കുറുക്കുവഴിയിലൂടെ എല്ലാവരും നസ്രത്തിലേക്ക് പോവുകയാണ്. കുന്നുകൾ കയറി ഇറങ്ങിയുള്ള വഴി. ഗലീലിയ കുന്നിൻ ചെരുവുകൾ അന്ന് രാവിലെ സൃഷ്ടിച്ചതാണോ എന്ന് തോന്നിപ്പോകത്തക്ക വിധത്തിൽ അത്ര പുതുമയാർന്നതും സുന്ദരവുമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ അത്ര നന്നായി കഴുകി വെടിപ്പാക്കി. സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന മഞ്ഞുതുള്ളികൾ ഒരലങ്കാരമായിട്ടുണ്ട്. ദൂരെയുള്ള പർവ്വതങ്ങളെല്ലാം വ്യക്തമായി കാണത്തക്ക വിധം അന്തരീക്ഷം തെളിഞ്ഞിരിക്കുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഉണർവ് പ്രദാനം ചെയ്യുന്ന ദൃശ്യം. ഒരു കുന്നിൻ്റെ നെറുകയിലെത്തിയപ്പോൾ അവിടെ ഒരു തടാകം. പ്രഭാത സൂര്യകിരണങ്ങളേറ്റ് അത് പ്രകാശിക്കുന്നു. എല്ലാവരും അത്ഭുത സ്തബ്ധരായി നിൽക്കുകയാണ്. വിസ്മയത്തോടെ ഈശോയും അത് നോക്കി നിൽക്കുന്നു. എന്നാൽ മേരി മഗ്ദലനായുടെ കണ്ണുകൾ എന്തോ തിരയുന്നത് പോലെ മറ്റൊരു ദിശയിലേക്ക് തിരിക്കുകയാണ്. വടക്ക് പടിഞ്ഞാറുള്ള ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് നോക്കുന്നുവെങ്കിലും അവൾ അന്വേഷിക്കുന്നത് കണ്ടെത്തിയതായി തോന്നുന്നില്ല. നീ എന്താണ് നോക്കുന്നത്? ഗുരുവിനെ കണ്ടെത്തിയ സ്ഥലം ഏതാണെന്നറിയാൻ നോക്കുകയാണ്. ഗുരുവിനോട് ചോദിക്കൂ. ഗുരുവിനെ അസഹ്യപ്പെടുത്താൻ മാത്രം കാര്യമില്ല. അവൻ കറിയോത്തുകാരൻ യൂദായോട് സംസാരിക്കുകയാണ്. യൂദാസ് എന്തൊരു മനുഷ്യനാ! സൂസന്ന മറ്റൊന്നും പറയുന്നില്ലെങ്കിലും കാര്യം വ്യക്തമാണ്. മാർത്ത, ആ വഴി ഇതല്ല. മറ്റൊരവസരത്തിൽ നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോകാം. അത് ഇന്നത്തേതുപോലെ ഒരു പ്രഭാതമായിരുന്നു. ധാരാളം പുഷ്പങ്ങളുള്ള കാലം, ധാരാളം ആളുകളും. ഓ മാർത്ത, എത്ര ധൈര്യത്തോടെയാണ് ലജ്ജാകരമായ ആ വസ്ത്രം ധരിച്ച് കൂട്ടുകാരുമൊത്ത് എല്ലാവരുടെയും മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടത്. യൂദാസിന്റെ വാക്കുകൾ നിമിത്തം നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ അതിനർഹയാണ്. ആ വാക്കുകൾ എല്ലാറ്റിനും എന്നെ അറിയാം. അവർ പറയുന്നത് ശരിയാണ്. ഞാൻ നിശബ്ദയായിരിക്കണം. ഓ, പാപം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ. എന്നെ ഇപ്പോൾ ഏറ്റവും വിഷമിപ്പിക്കുന്ന ആളാണ് എൻ്റെ ഏറ്റവും വലിയ സ്നേഹിതൻ. കാരണം പരിഹാരം ചെയ്യുന്നതിന് എന്നെ സഹായിക്കുന്നത് അയാളാണല്ലോ. പക്ഷേ അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അതിനർത്ഥമുണ്ടോ? അമ്മേ, നിന്റെ മകന് വാസ്തവത്തിൽ ആ മനുഷ്യനോട് ഇഷ്ടമാണോ? അവൻ പറയുന്നത് ആ മനുഷ്യനു വേണ്ടി നമ്മൾ ധാരാളം പ്രാർത്ഥിക്കണമെന്ന് മാത്രമാണ്. ഈ സമയത്ത് നടക്കാൻ പ്രയാസമേറിയ ഒരു സ്ഥലത്ത് അവർ എത്തി. സ്ത്രീകളെ സഹായിക്കാൻ അപ്പസ്തോല സംഘം വിട്ട് ജോൺ വരുന്നു. വഴി നിറയെ സ്ലേറ്റ് പോലുള്ള മിനുസമായ കല്ലുകൾ. ചെരുപ്പുകൾക്ക് പിടുത്തം കിട്ടുന്നില്ല. തെന്നിലുള്ള പുല്ലും. അവരെ സഹായിക്കുവാൻ ജോണിനെ അനുകരിച്ച് തീഷ്ണനും എത്തുന്നു. അവരെ ചാരി സ്ത്രീകൾ പ്രയാസമുള്ള ഭാഗം കടക്കുന്നു. വഴി ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും പൊടിയില്ല. മറ്റ് യാത്രക്കാരാരുമില്ല. തീഷ്ണൻ പറയുന്നു, എനിക്കറിയാം സൈമൺ, ഈശോയെ നസ്രസുകാർ ഓടിച്ചപ്പോൾ എൻ്റെ അനന്തരവന്മാരോട് കൂടെ ഈ കുന്നിൻ്റെ പകുതി വഴി വരെ ഞാൻ വന്നതാണ്. പരിശുദ്ധ അമ്മ നെടുനിശ്വാസത്തോടെ പറയുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ ലോകം എത്ര മനോഹരം! താബോറും ഹെർമോനും വടക്ക് ഭാഗത്ത്, അർബേല അതിൻ്റെ പിന്നിൽ. താബോറിൽ നിന്ന് കാണുന്നത് പോലെ കടൽ കാണാൻ സാധിക്കാത്തത് കഷ്ടമായി. ജോൺ പറയുന്നു. നീ അവിടെ പോയിട്ടുണ്ടോ? ഉണ്ട്, ഗുരുവിൻ്റെ കൂടെ. ജോണെ, ഗുരുവിന് ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം നമുക്ക് വലിയ സന്തോഷത്തിനിടയായി. കാരണം മലമുകളിൽ വെച്ച് നമ്മൾ മുമ്പൊരിക്കലും കേട്ടിട്ടില്ലാത്ത വിധത്തിൽ ഈശോ ദൈവത്തെക്കുറിച്ച് സംസാരിച്ച് നമ്മളെ നിർവൃതിയിലാക്കി. ഇത്രയധികം ലഭിച്ചപ്പോൾ നമ്മിൽ ഒരു വലിയ മാറ്റം തന്നെ വന്നു. മേരി, നീയും ആ മനുഷ്യനെ കാണും. നിന്റെ അരൂപി ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ബലവത്താവുകയും ചെയ്യും. വിദ്വേഷവും മൃഗീയതയും കൊണ്ട് കഠിനമായി പോയ ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടു. ഈശോ അവനെ ഒരു മനുഷ്യനാക്കി മാറ്റി. അവൻ ഒരു വലിയ ശിഷ്യനായി തീരുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. മേരി, നിന്നെപ്പോലെ. ഞാൻ പറയുന്ന ഇക്കാര്യങ്ങൾ സത്യമാണെന്ന് നിനക്ക് വിശ്വസിക്കാം. പാപികളായ നമ്മെ ആവരണം ചെയ്തിരിക്കുന്ന നമുക്ക് വഴങ്ങുന്നവരാണ്.
കാരണം നമ്മൾ തന്നെയും നമ്മോട് ക്ഷമിക്കേണ്ടത് ആവശ്യമാണെന്ന ബോധ്യം നമുക്കുണ്ട്. അത് ശരിയാണ്. പാപികളായ നമ്മൾ എന്ന് നീ പറഞ്ഞത് നിന്റെ നന്മ കൊണ്ടാണല്ലോ. നീ പാപിയായിരുന്നില്ല, ദുരിതം നിറഞ്ഞ ഒരു സാധു മനുഷ്യൻ മാത്രം. നമ്മളെല്ലാവരും പാപികളാണ്. ചിലർ കൂടുതലായിട്ടും ചിലർ കുറവായിട്ടും എന്നേയുള്ളൂ. പാപിയല്ല എന്ന് ചിന്തിക്കുന്നവനാണ് ശരിക്ക് പാപിയാകാൻ ഏറെ സാധ്യതയുള്ളത്. നാം എല്ലാവരും പാപികളാണ്. എന്നാൽ അനുതപിക്കുന്ന വലിയ പാപികൾ തിന്മയിൽ ഒരിക്കൽ മികവ് കാണിക്കുന്നത് പോലെ നന്മ ചെയ്യുന്നതിലും മികവ് കാണിക്കും. ആശ്വാസപ്രദങ്ങളായ അങ്ങയുടെ വാക്കുകൾ എൻ്റെ ഭാരം ലഘുവാക്കുന്നു. അങ്ങ് എപ്പോഴും തിയോഫിലസിന്റെ മകൾക്ക് ഒരു പിതാവ് തന്നെയായിരുന്നു. നിങ്ങൾ 3 പേരും ഈശോയുടെ സ്നേഹിതരായി തീർന്നതിൽ ഒരു പിതാവിനെ പോലെ ഞാനും സന്തോഷിക്കുന്നു. വലിയ പാപിയായിരുന്ന ആ മനുഷ്യനെ നീ എവിടെ വച്ചാണ് കണ്ടത്? എൻഡോറിൽ വച്ചാണ് കണ്ടത്. മേരി, കടലിനെ കുറിച്ച് ചിന്തിക്കുന്നത് എനിക്ക് വളരെ താല്പര്യമാണ്. അത് നിമിത്തമാണ് വളരെ സുന്ദരമായ പല ദാനങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് സൈമൺ പറയാറുണ്ട്. പക്ഷേ പ്രായം കൂടിയ ജോൺ ഈശോയുടെ അടുക്കൽ വന്നെങ്കിൽ അത് കഥയില്ലാത്ത കൊച്ചു ജോണിന്റെ മിടുക്കുകൊണ്ടൊന്നുമല്ല. അത് സൈമണിന്റെ മകൻ യൂദാസിന്റെ കഴിവുകൊണ്ടാണ്. സെബദീപുത്രൻ ജോൺ പറയുന്നു. അയാൾ അവനെ മാനസാന്തരപ്പെടുത്തിയോ? മാർത്ത സംശയത്തോടെ ചോദിക്കുന്നു. ഇല്ല, എന്നാൽ അവൻ എൻഡോറിൽ പോകണമെന്ന് ആഗ്രഹിക്കുകയും. അതെ, മന്ത്രവാദിനിയുടെ ഗുഹ കാണാൻ. സൈമണിന്റെ പുത്രൻ യൂദാസ് ഒരു വിചിത്ര സ്വഭാവക്കാരനാണ്. അവനായിരിക്കുന്ന വിധത്തിൽ അവനെ നമ്മൾ അംഗീകരിക്കണം. തീർച്ചയായും. എന്നിട്ട് എൻഡോറിലെ ജോണാണ് ഞങ്ങളെ ഗുഹയിലേക്ക് നയിച്ചത്. പിന്നീട് അവൻ ഞങ്ങളുടെ കൂടെ ചേർന്നു. പക്ഷേ എൻ്റെ പ്രിയ മകനെ, അയാളെ നമുക്ക് ലഭിക്കാൻ കാരണക്കാരൻ നീ തന്നെയാണ്. അനന്തവിശാലമായ സമുദ്രം കാണാൻ നിനക്കുള്ള ആഗ്രഹം നിമിത്തമല്ലായിരുന്നെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോകുകയോ യൂദാസ് അവന്റെ വിചിത്രമായ ഗവേഷണത്തിന് പോകുവാൻ ആവശ്യപ്പെടുകയോ ചെയ്യുമായിരുന്നില്ല. താബോർ മലയിൽ വെച്ച് ഈശോ പറഞ്ഞത് എന്താണെന്ന് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ അവനെ ഞാൻ കണ്ട് ആ മല ഏതാണെന്നും അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. നെടുനിശ്വാസം ഉതിർത്തുകൊണ്ട് മേരി മഗ്ദല പറയുന്നു. ആ മലയുടെ മുകളിൽ ഒരു കുളം വെട്ടിത്തിളങ്ങുന്നത് കണ്ടോ? സൂര്യൻ അവിടെയാണ് ഉദിച്ചുയരുന്നതെന്ന് തോന്നിക്കുന്നു. മലമുകളിലെ കൊച്ചരുവികൾ ആ കുളത്തിലേക്കാണ് ഒഴുകുന്നത്. കാലിക്കൂട്ടങ്ങൾ അതിൽ നിന്നും കുടിക്കുന്നു. ആ കുളത്തിന് മുകളിലുള്ള ഭാഗത്തായിരുന്നു ഞങ്ങൾ. അവിടെ മല 2ആയി പിളർന്ന് മുകളിലേക്ക് കൂർത്തു നിൽക്കുന്നില്ലേ? മേഘങ്ങളെ അവ തുളച്ചു മാറ്റി എവിടെയൊക്കെയോ കൊണ്ടുപോകുന്നു. ആ സ്ഥലത്ത് വെച്ച് ഈശോ പറഞ്ഞ പ്രസംഗം ജോണിന് ആവർത്തിക്കുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഓ സൈമൺ, കേവലം ബാലനായ ഒരുവന് ദൈവത്തിന്റെ വചനങ്ങൾ ആവർത്തിക്കുവാൻ കഴിയുമോ? ഇല്ല, ഒരു ബാലന് കഴിയുകയില്ല. എന്നാൽ നിനക്ക് കഴിയും. ഒന്ന് ശ്രമിക്കൂ. നിന്റെ സഹോദരിമാരുടെയും നിന്നെ സ്നേഹിക്കുന്ന എന്റെയും സന്തോഷത്തിനായി ഒന്ന് പറയൂ. വിവരണനായി ഈശോയുടെ പ്രസംഗം ആവർത്തിക്കുവാൻ ജോൺ ആരംഭിക്കുന്നു. അവൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു എന്ന വാക്കുകൾ ജലപ്രവാഹങ്ങൾ എഴുതുന്ന അനന്തമായ പേജ്. ഇതാ ഇവിടെ സൃഷ്ടാവ് എല്ലാം ക്രമപ്പെടുത്തുന്നതിന് മുമ്പുണ്ടായിരുന്ന പ്രപഞ്ചത്തിന്റെ ശൂന്യാവസ്ഥയെപ്പറ്റി ചിന്തിച്ചു നോക്കൂ. പഞ്ചഭൂതങ്ങളെയും അത്ഭുതകരമായി ചേരുംപടി ചേർത്ത് ഭൂമിയും അതിലുള്ളവയും മനുഷ്യനു വേണ്ടി അവൻ നിർമ്മിച്ചു. ആകാശവിധാനം നക്ഷത്രങ്ങൾ കൊണ്ടും ഗ്രഹങ്ങൾ കൊണ്ടും അലങ്കരിച്ചു. അതിനു മുമ്പ് യാതൊന്നും ഉണ്ടായിരുന്നില്ല. രൂപമില്ലാത്തതോ ക്രമീകരണമില്ലാത്തതോ ആയി യാതൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവം എല്ലാം ഉണ്ടാക്കി. ആദ്യം അവൻ മൂലപദാർത്ഥങ്ങൾ സൃഷ്ടിച്ചു. ചിലപ്പോഴെല്ലാം അവ ഉപദ്രവകാരികളാണെന്ന് തോന്നാമെങ്കിലും അവ ആവശ്യമാണ്. എപ്പോഴും ഇക്കാര്യം ഓർമ്മിക്കുക. അതിൻ്റെ അസ്തിത്വത്തിന് മതിയായ കാരണമില്ലാതെ ഒരു മഞ്ഞുതുള്ളി പോലുമില്ല. അതുപോലെ എത്ര ചെറുതും പ്രാധാന്യമില്ലാത്തതുമായ ഒരു പ്രാണിയും അതിൻ്റെ അസ്തിത്വത്തിന് മതിയായ കാരണമില്ലാത്തതായിട്ടല്ല. അതിൻ്റെ ഉദരത്തിൽ നിന്ന് തീയും ജ്വലിക്കുന്ന ലാവയും പുറപ്പെടുവിക്കുന്ന ഭീകര വലിയ പർവ്വതത്തിനും
അസ്തിത്വത്തിന് മതിയായ നല്ല കാരണവുമുണ്ട്. ചുഴലിക്കാറ്റിന് മതിയായ കാരണമുണ്ട്. വസ്തുക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് കടന്നാൽ എല്ലാ സംഭവങ്ങൾക്കും, എല്ലാ കണ്ണീരിനും, എല്ലാ സന്തോഷങ്ങൾക്കും, ജനനം, മരണം, വന്ധ്യത, സമൃദ്ധമായ മാതൃത്വം, ദീർഘമായ ദാമ്പത്യ ജീവിതം, അകാല വൈധവ്യം, ദൗർഭാഗ്യം, ആപത്ത്, മരണം, രോഗം, സമ്പൽ സമൃദ്ധി, ആരോഗ്യം എന്നിങ്ങനെ എല്ലാറ്റിനും മതിയായ കാരണമുണ്ട്. മനുഷ്യന്റെ അഹങ്കാരത്തിനും വളരെ ഹ്രസ്വമായ കാഴ്ചപ്പാടിനും അപൂർണതയുടെ തിമിരം തിങ്ങിയ കണ്ണുകൾക്കും അവ കാണാൻ കഴിയുന്നില്ല എന്നേയുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ കണ്ണുകൾ പരിമിതിയില്ലാത്ത ദൈവിക ബുദ്ധി എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നു. അർത്ഥശൂന്യമായ സന്ദേഹങ്ങളിൽ നിന്നൊഴിഞ്ഞ് ജീവിക്കുവാനുള്ള വഴി ദൈവം എല്ലാം മതിയായ നല്ല കാരണത്തോടെയാണ് ചെയ്യുന്നതെന്നും എല്ലാം സ്നേഹത്തോടെയാണ് ചെയ്യുന്നതെന്നും വിശ്വസിക്കുകയാണ്. മനുഷ്യരെ പീഡിപ്പിക്കുവാനായി മാത്രം പീഡകൾ അനുവദിക്കുന്നില്ല. അവയെല്ലാം സംശയിക്കുന്നവൻ അസ്വസ്ഥനായി ഭൂമിയിലെ അയാളുടെ ദിനങ്ങൾ അത്രയും വിഷലിപ്തമാക്കുകയാണ് ചെയ്യുക. ദൈവം മാലാഖമാരെ സൃഷ്ടിച്ചു. അവരിൽ ചിലർ തങ്ങൾക്ക് ലഭിച്ച മഹത്വത്തിന്റെ അവസ്ഥ നല്ലതാണെന്ന് വിശ്വസിക്കുവാൻ കൂട്ടാക്കാതെ കർത്താവിനോട് എതിർത്തു. കർത്താവിൽ വിശ്വാസമില്ലായ്മ നിമിത്തം അവരുടെ മനസ്സ് വരണ്ടുപോയി. അവൻ ദൈവസിംഹാസനത്തെ ആക്രമിക്കുന്നതിന് തുനിയുകയും ചെയ്തു. വിശ്വസ്തരായ മാലാഖമാർ നൽകിയ നല്ല കാരണങ്ങൾക്കെതിരെ അവർ ചിന്തിച്ചുണ്ടാക്കിയ ഇല്ലാത്ത തിന്മയെ ഇരുത്തി. ദോഷൈക വീക്ഷണം വിശ്വാസമില്ലായ്കയാണ്. ഈ തിന്മ പ്രകാശത്തിന്റെ അനുതാപികളായ അവരെ അന്ധകാരത്തിന്റെ അരൂപികളാക്കി മാറ്റി. തങ്ങളുടെ ചിന്തകളെ പൂർണ്ണമായി പ്രകാശിതമായ ശുഭാപ്തി വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നവർ സ്വർഗത്തിലും ഭൂമിയിലും ഭാഗ്യപ്പെട്ടവരാണ്. കുറഞ്ഞ പക്ഷം അവരുടെ അരൂപിയെ സംബന്ധിച്ചെങ്കിലും അവർക്ക് തെറ്റുപറ്റുന്നില്ല. അവർ വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും എല്ലാറ്റിലും അധികമായി ദൈവത്തെ സ്നേഹിക്കുകയും സഹോദരങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നതുകൊണ്ട് യുഗാന്ത്യം വരെയും അവർ ദൈവത്തിൽ വസിക്കുന്നു. അഹങ്കാരികളായ ദോഷൈക ദൃക്കുകളിൽ നിന്ന് പറുദീസ വിമുക്തമാണ്. ഈ അഹങ്കാരികൾ ദൈവത്തിന്റെ ഏറ്റവും തെളിവായ വാക്കുകളിൽ പോലും ഇരുണ്ട വശം കണ്ടുപിടിക്കുന്നു. ഭൂമിയിലെ ദോഷൈക ദൃക്കുകൾ മനുഷ്യരുടെ ഏറ്റവും തെളിവായ സൽപ്രവൃത്തികളിൽ പോലും ഇരുൾ കാണുന്നു. തങ്ങൾ മാത്രമാണ് പൂർണ്ണത പ്രാപിച്ചവർ എന്ന് കരുതുന്ന ഇക്കൂട്ടർ ദന്തഗോപുരങ്ങളിൽ അടച്ചുപൂട്ടി കഴിയാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിനാൽ അവർ തങ്ങളെ തന്നെ അന്ധകാരം നിറഞ്ഞ കുഴിയിലേക്ക് താഴ്ത്തുന്നു. അത് ചെന്നു ചേരുന്നത് നരകത്തിന്റെ അന്ധകാര രാജ്യത്തിലേക്കാണ്. നിഷേധാത്മകതയുടെ രാജ്യമാണ് നരകം. അശുഭാപ്തി വിശ്വാസം നിഷേധാത്മകത്വമാണല്ലോ. അതുകൊണ്ട് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ഞങ്ങളുടെ ഏകത്വവും ത്രിത്വവും എന്ന രഹസ്യം മനസ്സിലാക്കുന്നതിന് ആദ്യം മുതലേ വചനം ദൈവത്തോടു കൂടി ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കണം, മനസ്സിലാക്കണം. ഏറ്റവും പൂർണ്ണമായ സ്നേഹം ദൈവങ്ങളായ രണ്ടുപേർ തമ്മിൽ മാത്രമേ ഉണ്ടാകൂ. എന്നാൽ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് അവയെ കാണണം. കാരണം ഒരു പുത്രനിൽ അവന്റെ പിതാവിന്റെ ഛായ മാഞ്ഞു പോകാത്ത വിധത്തിലുള്ളതുപോലെ സൃഷ്ടികളിൽ അവയുടെ അസ്തിത്വത്തിൽ സൃഷ്ടാവിന്റെ മാറ്റമില്ലാത്ത പ്രതിച്ഛായയുണ്ട്. അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ആരംഭത്തിൽ ആകാശവും ഭൂമിയും സ്നേഹത്തോട് ഉപമിക്കാവുന്ന പ്രകാശമുണ്ടായിരുന്നെന്ന്. കാരണം സ്നേഹം ആനന്ദമായിരിക്കുന്നത് പോലെ പ്രകാശവും ആനന്ദദായകമാണ്. പറുദീസായുടെ അന്തരീക്ഷം പ്രകാശം തന്നെയാണ്. എല്ലാ തരത്തിലുമുള്ള പ്രകാശത്തിന്റെ, ബുദ്ധിയുടെ, മനസ്സിൽ പദാർത്ഥപരമായതിന്റെ, ആധ്യാത്മികതയുടെ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല പ്രകാശത്തിന്റെയും പിതാവ് ദൈവം തന്നെ. ആദിയിൽ പ്രകാശവും ഭൂമിയും ഉണ്ടായിരുന്നു. അവയ്ക്ക് പ്രകാശം നൽകപ്പെട്ടു. ആ പ്രകാശം നിമിത്തമാണ് ബാക്കിയുള്ളവയെല്ലാം നിർമ്മിക്കപ്പെട്ടത്. അത്യുന്നത സ്വർഗത്തിൽ
പ്രകാശത്തിന്റെ അരൂപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടതുപോലെ ഈ പ്രപഞ്ചത്തിൽ പ്രകാശം അന്ധകാരത്തിൽ നിന്ന് വേർപെട്ടു. അതായിരുന്നു സൃഷ്ടിക്കപ്പെട്ട ആദ്യ ദിനം. ആ ദിനത്തിന് പ്രഭാതവും മധ്യാഹ്നവും സന്ധ്യയും അർദ്ധരാത്രിയും ഉണ്ടായിരുന്നു. രാത്രി കഴിഞ്ഞ് ദൈവത്തിന്റെ പുഞ്ചിരിയായ പ്രകാശം വീണ്ടും ഉണ്ടായപ്പോൾ രൂപരഹിതമായ ഭൂമിക്കും ആകാശത്തിനു മീതെ ദൈവം തന്റെ കരം നീട്ടി, അതായത് ശക്തമായ തന്റെ ഇച്ഛാശക്തി പ്രയോഗിച്ചു. ആകാശത്തിൽ ജലം അലിഞ്ഞ് പ്രവഹിച്ചിരുന്നു. ക്രമരഹിതമായ മൂലപദാർത്ഥങ്ങളിലൊന്നായ ജലത്തെ ഈ ആകാശത്തിനും ഭൂമിക്കും ഇടയ്ക്ക് നിന്ന് വേർതിരിക്കുന്നതിന് ഒരു വിധാനം സൃഷ്ടിക്കപ്പെട്ടു. പറുദീസായ്ക്കുള്ളതുപോലെ മനോഹാരിത ഭൂമിയെ ആവരണം ചെയ്യുന്ന ആ വിധാനത്തിന് നൽകി. മുകളിലുള്ള ജലത്തിന് ഒരു പരിധിയായിട്ടാണത് സൃഷ്ടിച്ചത്. തിളച്ചു മറിയുന്ന ലോഹങ്ങളുടെയും പരമാണുക്കളുടെയും മേൽ ജലപ്രളയമുണ്ടായി. ദൈവം യോജിപ്പിക്കുന്നവയെ വിയോജിപ്പിച്ച് ഒഴുകിക്കളയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. ആകാശത്തിൽ ക്രമം പുനഃസ്ഥാപിക്കപ്പെട്ടു. ഭൂമിക്കുപരിതലത്തിൽ വ്യാപിച്ചു കിടന്നിരുന്ന ജലത്തിന് ദൈവം ആജ്ഞ നൽകി. അതുവഴി ഭൂമിയിലും ക്രമം സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ സമുദ്രമുണ്ടായി. അതാ അവിടെ കാണുന്നു. ആകാശവിധാനത്തിൽ എന്ന പോലെ ദൈവം ഉണ്ട് എന്ന് സമുദ്രത്തിന്മേലും എഴുതപ്പെട്ടിരിക്കുന്നു. മനുഷ്യന്റെ ബുദ്ധിശക്തി എന്തു തന്നെയായിരുന്നാലും അവൻ വിശ്വസിക്കുന്നെങ്കിലും ഇല്ലെങ്കിലും അനന്തത തന്നെയായ ദൈവത്തിന്റെ ശക്തിയുടെ ഒരു കണിക അവിടെ പ്രകാശിക്കുന്നുണ്ട്. വിശ്വസിക്കാൻ മനുഷ്യൻ നിർബന്ധിതനാകുന്നു. കാരണം ഒരു മനുഷ്യശക്തിക്കും ഒരു പ്രകൃതി ശക്തിക്കും ചെറിയ തോതിലെങ്കിലും ഇതുപോലൊരു അത്ഭുതം ആവർത്തിക്കുവാൻ കഴിവില്ല. ദൈവത്തിന്റെ ശക്തിയിൽ മാത്രമല്ല, ദൈവത്തിന്റെ നന്മയിലും വിശ്വസിക്കുവാൻ മനുഷ്യൻ നിർബന്ധിക്കപ്പെടുന്നു. കാരണം സമുദ്രം വഴി മനുഷ്യന് ഭക്ഷണം ദൈവം നൽകുന്നു, സമ്പർക്ക മാധ്യമം നൽകുന്നു, ഉപയോഗപ്രദങ്ങളായ ലവണങ്ങളും നൽകുന്നുണ്ട്. സൂര്യന്റെ ചൂടിനെ മയപ്പെടുത്തുന്നു, കാറ്റിന് വീശാൻ സ്ഥലം നൽകുന്നു, വിദൂരങ്ങളിലെ കരപ്രദേശങ്ങൾക്ക് വിത്ത് ലഭ്യമാക്കുന്നു, കൊടുങ്കാറ്റ് പോലെ അലറുവാനിടയാകുന്നു. അത് ഒരു എറുമ്പ് പോലെ ചെറുതായ മനുഷ്യനെ അപരിമേയനായവന്റെ പക്കലേക്ക് വിളിക്കുന്നു. അവന്റെ പിതാവിന്റെ പക്കലേക്ക് ചിന്തകൾ ഉയർത്താൻ, മുകളിലുള്ളവയെ ധ്യാനിക്കാൻ സാധ്യതയുളവാക്കുന്നു. സൃഷ്ടികളിൽ 3 സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് ഏറ്റവും അധികം സംസാരിക്കുന്നു. ദൈവത്തിന്റെ ശക്തിക്ക് സാക്ഷ്യം വഹിക്കുന്നു. അവ പ്രകാശവും ആകാശവിധാനവും കടലുമാണ്. നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും കാലാവസ്ഥയുടെയും ക്രമീകരണം ദൈവത്തിലുള്ള ക്രമത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. പ്രകാശം ദൈവത്തിന് മാത്രമേ സൃഷ്ടിക്കാൻ കഴിയൂ. ദൈവത്തിന് മാത്രം നിയന്ത്രിക്കാൻ കഴിയുന്ന വൻ ശക്തിയായ കടൽ ഉറപ്പുള്ള പരിധികളിൽ ഒതുക്കിയിരിക്കുന്നു. അതിന് ചലനവും ശബ്ദവും കൊടുത്തു. അതിനെ ഉപരിതലത്തിൽ വഹിക്കുന്ന ഭൂമിയെ നശിപ്പിക്കാത്ത വിധം ഇളകി മറിയാൻ അനുവദിച്ചിട്ടുമില്ല. തീർന്നു പോകാത്ത പ്രകാശത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും പ്രകാശിക്കുന്ന ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തൂ. സമുദ്രത്തിലേക്ക് നോക്കി അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. മറുകരകളിൽ താമസിക്കുന്ന ആളുകളെ അത് അകറ്റുകയല്ല ചെയ്യുന്നത്, പ്രത്യുത ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരെ നമ്മൾ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ലെങ്കിലും കടലുള്ളതുകൊണ്ട് അവർ ഉണ്ടെന്ന് വിശ്വസിക്കണം. ഉപകാരമില്ലാത്ത യാതൊന്നും ദൈവം സൃഷ്ടിക്കുന്നില്ല. അനന്തമാണെന്ന് തോന്നിക്കുന്ന സമുദ്രം ചക്രവാളത്തിനപ്പുറം മറ്റു കരകളാൽ പരിമിതമാക്കിയിരിക്കുന്നു. അവിടെയും ആളുകൾ അധിവസിക്കുന്നുണ്ട്. അവരും എല്ലാം ഏകദൈവത്തിൽ നിന്ന് വന്നവരാണ്. എല്ലാ ഭൂഖണ്ഡങ്ങളിലും ജനവാസം ഉള്ളതാക്കാൻ ദൈവനിശ്ചയപ്രകാരം കൊടുങ്കാറ്റുകളും ജലപ്രവാഹങ്ങളും അവരെ അവിടെ എത്തിച്ചു. സമുദ്രം അതിന്റെ തിരമാലകളുടെയും വേലിയേറ്റ വേലിയിറക്കങ്ങളുടെയും ശബ്ദത്തിലൂടെ അകന്ന അഭ്യർത്ഥനകൾ അയക്കുന്നുണ്ട്. സമുദ്രം അകൽച്ചയും വേർതിരിവുമല്ല, പരസ്പര ബന്ധമാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. ജോണിന്റെ മാധുര്യമുള്ള മനോവേദനയ്ക്ക് കാരണമായ ഉത്കണ്ഠ വിദൂരസ്ഥരായ സഹോദരങ്ങളുടെ അഭ്യർത്ഥനയായിരുന്നു.
ശരീരത്തിൽ അരൂപി എത്രയധികം അധികാരം ചെലുത്തുന്നുണ്ടോ അതിനനുസൃതമായി അരൂപികളുടെ സ്വരം ശ്രവിക്കുവാൻ കഴിയും. ഒരേ ചുവട്ടിൽ നിന്ന് വളർന്നു പൊങ്ങുന്ന ശാഖകൾ വിഭജിക്കപ്പെട്ടതായി കാണപ്പെട്ടാലും ഒന്നായിരിക്കുന്നത് പോലെ ഒന്നിച്ചു നിൽക്കുന്ന അരൂപികൾ വിഭജിക്കപ്പെട്ടതായി തോന്നിയാലും അവയുടെ ഏകോപിച്ചുള്ള സ്വരം നമുക്ക് ശ്രവിക്കുവാൻ കഴിയും. അതിൻ്റെ തീരങ്ങളിൽ ചിതറിക്കിടക്കുന്ന കരകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൻ്റെ അതിർത്തിയിലും അതിനുള്ളിലും ഭൂപ്രദേശങ്ങളുണ്ട്. അവയിൽ നിന്ന് ഓരോന്നിൽ നിന്നും ഒരു കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കാറാകും. വരിക, നിങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്ന പ്രകാശം ഞങ്ങൾക്ക് തരിക. നിങ്ങൾക്ക് നൽകപ്പെട്ട ജീവൻ ഞങ്ങളുടെ പക്കലേക്ക് കൊണ്ടുവരിക. ഞങ്ങൾക്ക് പരിചയമില്ലാത്ത വാക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളോട് പറയുക. എന്നാൽ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായ ആ വാക്ക് സ്നേഹമാണെന്ന് ഞങ്ങൾക്കറിയാം. സമുദ്രത്തിന്റെയും ആകാശവിധാനത്തിന്റെയും അനന്തമായ പേജുകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന വാക്ക് ദൈവം എന്ന് വായിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുക. ഞങ്ങളെ പ്രകാശിതരാക്കുക. കാരണം ആകാശത്തിന് ചുവപ്പ് പകരുകയും കടലിനെ മുത്തുമണികൾ പോലെ തിളങ്ങുന്നതാക്കുകയും ചെയ്യുന്ന ഒരു പ്രകാശമുള്ളതായി ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ദൈവം തന്റെ സ്നേഹത്തിൽ നിന്ന് ജന്മം നൽകി നിങ്ങൾക്ക് തന്ന ആ പ്രകാശം നൽകുന്നതിനായി നക്ഷത്രങ്ങൾക്ക് പ്രകാശം നൽകുന്നത് പോലെ എല്ലാവർക്കും നൽകുന്നതിനാണ് നിങ്ങൾക്ക് പ്രകാശം നൽകിയിരിക്കുന്നത്. നിങ്ങൾ നക്ഷത്രങ്ങളാണ്, ഞങ്ങൾ ധൂളിയും. എന്നാൽ ധൂളി കൊണ്ട് സൃഷ്ടാവ് ഭൂമിയെ രൂപപ്പെടുത്തിയതുപോലെ ഞങ്ങളെയും നിങ്ങൾ രൂപപ്പെടുത്തുക. ദൈവം അത് ചെയ്തത് ഭൂമി ഇല്ലാതായി രാജ്യം വരുന്നതുവരെ ഇപ്പോഴും എന്നേക്കും അവനെ ആരാധിക്കുന്ന ജനങ്ങളെ കൊണ്ട് ഭൂമി നിറയ്ക്കുന്നതിന് വേണ്ടിയാണ്. ജീവിക്കുന്നവനായ ദൈവം നിങ്ങളോട് അരുളി ചെയ്തിട്ടുള്ളതുപോലെ അവൻ്റെ രാജ്യം പ്രകാശത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രാജ്യമായിരിക്കും. ഞങ്ങളും ഈ ദൈവത്തിൻ്റെ തന്നെ പുത്രരാണ്. ആ പിതാവിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നാണ് ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അനന്തതയുടെ മാർഗത്തിൽ കൂടി സഞ്ചരിക്കാൻ പഠിക്കുക. നിങ്ങളെ വിളിക്കുകയും കരഞ്ഞപേക്ഷിക്കുകയും ചെയ്യുന്നവരുടെ പക്കലേക്ക് ഭയവും മടിയും കൂടാതെ കടന്നു ചെല്ലുക. നിങ്ങളെ ദുഃഖിപ്പിക്കുന്നവരുടെ പക്കലേക്ക് പോകണം. കാരണം അവർക്ക് ദൈവത്തെക്കുറിച്ച് അനുഭവം ലഭിക്കുന്നുണ്ട്. എന്നാൽ എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും അവരും നിങ്ങൾക്ക് മഹത്വം നൽകും. കാരണം സ്നേഹം നിങ്ങളിൽ വർദ്ധിപ്പിച്ച് സ്നേഹം കൂടുതലായി അവരുടെ മേൽ വർഷിച്ച് അവർ അന്വേഷിച്ച് കാത്തിരിക്കുന്ന സത്യത്തിലേക്ക് അവരെ നയിക്കുമ്പോൾ നിങ്ങളും വലിയവരായി തീരും. ഈശോ ഇതെല്ലാമാണ് പറഞ്ഞത്, പക്ഷേ ഞാൻ പറഞ്ഞതിനേക്കാൾ വളരെ മെച്ചമായിട്ട്. എന്നാൽ അവൻ്റെ ആശയങ്ങൾ ഏറെക്കുറെ ഇതെല്ലാമായിരുന്നു. ജോണെ, ഗുരു പറഞ്ഞത് അതേപടി നീ ആവർത്തിച്ചിരിക്കുന്നു. ഒരു കാര്യം മാത്രമേ നീ വിട്ടുപോയിട്ടുള്ളൂ. നിന്നെ തന്നെ ഔദാര്യപൂർവ്വം നൽകുന്നത് വഴി ദൈവത്തെ അറിയാൻ നിനക്കുള്ള കഴിവിനെക്കുറിച്ച് അവൻ പറഞ്ഞതു മാത്രം. ജോണെ, നീ നല്ലവനാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ യാത്രയുടെ അന്ത്യത്തിലെത്തിയിരിക്കുന്നു. അതാ കുന്നിൻ മുകളിൽ നസ്രസ്. ഗുരു നമ്മെ നോക്കുകയും പുഞ്ചിരി തൂക്കുകയും ചെയ്യുന്നു. ഗ്രാമത്തിലേക്ക് ഒരുമിച്ച് പ്രവേശിക്കാനായി നമുക്ക് വേഗം അവൻ്റെ അടുത്ത് എത്താം. ജോണെ, നന്ദി. നീ നിന്റെ അമ്മയ്ക്ക് ഒരു നല്ല സമ്മാനം നൽകിയിരിക്കുന്നു. നമ്മുടെ അമ്മ പറയുന്നു. ഞാനും നിനക്ക് നന്ദി പറയുന്നു. പാവം മേരിക്ക് നീ പരിധിയില്ലാത്ത ചക്രവാളങ്ങൾ തുറന്നു കൊടുത്തിരിക്കുന്നു. നിങ്ങൾ എന്താണ് ഇത്രയധികം സംസാരിച്ച വിഷയം? ഈശോയുടെ അടുത്ത് എത്തിയവരോട് അവൻ ചോദിക്കുന്നു. നീ താബോർ മലയിൽ വച്ച് ചെയ്ത പ്രസംഗം ജോൺ അതേപടി ആവർത്തിച്ച് പറയുകയായിരുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും ആനന്ദമായി. എൻ്റെ അമ്മ അത് കേട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം കടൽ അവളുടെ പേരിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അവളുടെ ദൈവസ്നേഹം കടൽ പോലെ വ്യാപകമാണ്. മകനെ, മനുഷ്യൻ എന്ന നിലയിൽ നിന്റെ സ്നേഹവും അതുപോലെ തന്നെയാണ്. എന്നാൽ എൻ്റെ ഓമന മകനെ, ദൈവത്തിൻ്റെ വചനം എന്ന നിലയിൽ നിന്റെ അനന്ത സ്നേഹത്തോട് തുലനം ചെയ്യുമ്പോൾ അതൊന്നുമല്ല. അമ്മേ, എൻ്റെ അരികിലേക്ക് വരൂ.
ഞാൻ ഒരു ചെറു ബാലനായിരുന്നപ്പോൾ എൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് കാനായിൽ നിന്നോ മറ്റോ വന്നിരുന്നത് പോലെ വരൂ. സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളോടെ അവർ പരസ്പരം നോക്കുന്നു.